നിങ്ങളൊരു ഗ്ലോയിങ് സ്കിൻ ആഗ്രഹിക്കുന്നുണ്ടോ? എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്രീമുകളോ സിറംസോ ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഗ്ലോയിങ് സ്കിൻ. യെസ്, ഡെഫിനറ്റ്ലി യു ക്യാൻ അച്ചീവ് ഗ്ലോയിങ് സ്കിൻ വിത്ത് ദ റൈറ്റ് കെയർ ആൻഡ് കൺസിസ്റ്റൻസി. നമുക്ക് നമ്മുടെ സ്കിന്നിന് പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ കൊടുക്കുകയാണെങ്കിൽ, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഗ്ലോയിങ് സ്കിന്ന് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ളതെല്ലാം ഈ നേച്ചർ തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് അധിക ചിലവുകളൊന്നുമില്ലാതെ ഒരു ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും. അപ്പോൾ അധികം വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഐ എം കുക്കു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ പറയുന്ന ഓരോ ഹോം റെമഡീസും ഞാൻ തന്നെ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ ട്രൈ ചെയ്ത് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയെന്ന് അറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ സ്കിന്നിന് പ്രോപ്പറായിട്ടുള്ള ഒരു കെയർ കൊടുക്കാത്തത് കൊണ്ടും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ടുമാണ് സ്കിന്ന് ഡാമേജ്ഡ് ആയി പോകുന്നത്. പലരും കമൻറ്റ് ചെയ്യാറുണ്ട്, സ്കിന്ന് വളരെ ഡള്ളായി പോകുന്നു, വളരെ ഏജ് തോന്നുന്നു എന്നൊക്കെ. ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ സ്കിന്നിനെ നല്ല രീതിയിൽ ടേക്ക് കെയർ ചെയ്യാത്തത് കൊണ്ടാണ്. നമ്മളൊരു ചെടി കൊണ്ട് മണ്ണിൽ കുഴിച്ചു വെച്ചു, എന്നിട്ട് നമ്മളതിന് വെള്ളമോ വളമോ ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ചെടി വാടിപ്പോവും അല്ലേ? അതുപോലെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ കാര്യവും. നമ്മളതിനെ ശ്രദ്ധിക്കാതെ പോയാൽ ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ സ്കിന്ന് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. പലതരത്തിലുള്ള സ്കിൻ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇന്നലെ വരെ സ്കിൻ കെയർ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നോർത്തൊന്നും വിഷമിക്കേണ്ട. ഇന്നലെ വരെ അങ്ങനെ ആയിരുന്നെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ ഇന്ന് മുതൽ നമുക്ക് സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്യാം. ഒന്നും ഒരു കാര്യം വൈകി പോയിട്ടില്ല, അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു ഓറഞ്ച് ഫേസ് പാക്കാണ്. നമ്മുടെ ഇന്നത്തെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ഒരു ഗ്ലോ ബൂസ്റ്റിംഗ് സൂപ്പർ ഫ്രൂട്ടാണ് ഓറഞ്ച്. ഓറഞ്ചിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, നാച്ചുറൽ ഓയിൽസ് അടങ്ങിയിട്ടുണ്ട്, സിട്രിക് ആസിഡ്, ഫൈബർ, ഫ്ലവനോയിഡ്സ് ഇവയെല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. സോ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനും ഡൾനെസ് ഒക്കെ മാറി സ്കിന്ന് നല്ല ഗ്ലോയിങ് ആകാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. മാത്രമല്ല ആൻറ്റി ഏജിങ് ബെനിഫിറ്റ്സും ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് ഓറഞ്ച്. അതുകൊണ്ട് തന്നെ ദിവസവും ഒരു ഓറഞ്ച് കഴിക്കുന്നതും വളരെയധികം നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഓറഞ്ചാണ്. ഇപ്പോൾ ഓറഞ്ച് സീസൺ കൂടിയാണ്. അതുകൊണ്ട് തന്നെ വലിയ വിലയൊന്നും കൊടുക്കാതെ ഈസിലി അവൈലബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഒന്നുകൂടിയാണ് ഓറഞ്ച്. ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കടലമാവാണ്. ഒരു ഗ്ലോയിങ് സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനൊരു സ്മൂത്ത് ടെക്സ്ചർ ഉണ്ടായിരിക്കണം, ഈവൻ ടോൺ ആയിരിക്കണം, ഹെൽത്തി സ്കിൻ ആയിരിക്കണം, ഹൈഡ്രേറ്റഡ് ആൻഡ് ഫ്രഷ് ലുക്ക് ഉണ്ടായിരിക്കണം. ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവെന്ന് പറയുന്നത്. ഇതൊരു നാച്ചുറൽ ക്ലെൻസറാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസിനെയൊക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന എക്സസ് ഓയിൽസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൻ ആകാനായിട്ടും ഗ്ലോ ആകാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കടലമാവ്. അപ്പോൾ വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവെന്ന് പറയുന്നത്. ഇനി മൂന്നാമതായി നമുക്ക് ആവശ്യം മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി നമുക്കറിയാം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത്. ഇത് സ്കിന്ന് ബ്രൈറ്റൻ ആകാനായിട്ടും ഗ്ലോ ആകാനായിട്ടും ഒക്കെ നമ്മളെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുമ്പോൾ നല്ല ബ്രാൻഡിൻ്റെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കിട്ടുകയുള്ളൂ. ഞാൻ ഉപയോഗിക്കുന്ന നല്ലൊരു ബ്രാൻഡിൻ്റെ മഞ്ഞൾപ്പൊടിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കി വാങ്ങാവുന്നതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് തൈരാണ്. തൈരെന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ആണ്. ഇത് നാച്ചുറലി നമ്മുടെ സ്കിന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേനാണ്. തേനെന്ന് പറയുന്നത് ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആണ്. സോ ഇത് നമ്മുടെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് നിലനിർത്താനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഒരു ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കാനായിട്ട് ശരിയായ രീതിയിലുള്ള ക്ലെൻസിങ്, എക്സ്ഫോളിയേഷൻ, ഹൈഡ്രേഷൻ ഇത്രയും കാര്യങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ ജോലികളെല്ലാം ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇന്നത്തെ ഈ ഫേസ് പാക്കിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അത് എന്തെല്ലാമാണ്? ഓറഞ്ച്, കടലമാവ്, തൈര്, മഞ്ഞൾപ്പൊടി, തേന്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് ഞാൻ പറയാം. അതിനായിട്ട് നിങ്ങൾ 1 ടീസ്പൂൺ കടലമാവ് എടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുക. അതിലേക്ക് 1 ടീസ്പൂൺ തൈരും കൂടി ആഡ് ചെയ്യുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ തേനും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് ഇവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള പാല്, അതായത് തിളപ്പിക്കാത്ത പാല്, റോ മിൽക്ക്, അതെടുത്ത് നിങ്ങളൊരു കോട്ടണിൽ മുക്കി നിങ്ങളുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യുക. പാലെന്ന് പറയുന്നത് നല്ലൊരു ക്ലെൻസറാണ്.
സോ നിങ്ങളുടെ മുഖം നല്ല രീതിയിൽ പാലുകൊണ്ട് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. ഒരു 5 മിനിറ്റ് പാലുകൊണ്ട് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം 5 മിനിറ്റിന് ശേഷം നിങ്ങൾക്ക് ഈ ഫേസ് പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മുഖത്തും കഴുത്തിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. നല്ല തിക്ക് ലെയറായിട്ട് വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങളുടെ മുഖം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാവുന്നതാണ്. നല്ല റിസൾട്ട് കിട്ടുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്കാണിത്. ഇത് നിങ്ങൾ വാഷ് ചെയ്ത് കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ മുഖം എത്രത്തോളം ബ്രൈറ്റ് ആയിട്ടുണ്ടെന്നും ഗ്ലോ ആയിട്ടുണ്ടെന്നും. അത്ര നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. നമ്മൾ ഇതിലൊരു കെമിക്കൽസും ആഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. കാര്യം നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെയാണ് നമ്മൾ ഈ ഫേസ് പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് വളരെ ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫേസ് പാക്കാണിത്. നമ്മളൊരു ഗ്ലോയിങ് സ്കിൻ നേടിയെടുക്കാനായിട്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. ശരിയായ പ്രോഡക്റ്റ് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാകും. ഈ സ്കിൻ കെയർ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗമാക്കുക. ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ് എന്നിവയൊക്കെ കൃത്യമായി ചെയ്യുക. സൺസ്ക്രീൻ നിർബന്ധമായി യൂസ് ചെയ്യുക. വളരെ ഹെൽത്തി ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. കൃത്യമായി ഉറങ്ങുക. ഒരു ദിവസം 7-8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. അതുപോലെ റെഗുലറായിട്ടുള്ളൊരു വ്യായാമം ഉണ്ടായിരിക്കുക. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതൊന്നും നമ്മൾ ജീവിതത്തിൽ അധികം എടുക്കാതിരിക്കുക. നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു നിൽക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒന്ന് ഫോളോ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്ന് നല്ല ഗ്ലോയിങ് ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും ഒക്കെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ ഒരു സ്കിൻ കെയറും ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള ആളുകളാണെങ്കിൽ, ഇനി ചെയ്താൽ ശരിയാവുമോ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഒന്നും കൊണ്ടും വിഷമിക്കേണ്ട. സമയമൊന്നും കഴിഞ്ഞു പോയിട്ടില്ല. നമ്മൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്ന് തന്നെ അത് തുടങ്ങുക എന്നുള്ളതാണ്. ഒന്നും വൈകിപ്പോയിട്ടില്ല. പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നിർത്താൻ പാടില്ല. വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു കെയർ നമ്മുടെ സ്കിന്നിൽ കൊടുത്തുകൊണ്ടേയിരിക്കണം. അതിൻ്റെ റിസൾട്ട് നമുക്ക് ഓരോ ദിവസവും കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത ഈ ഫേസ് പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് തീർച്ചയായിട്ടും എനിക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. നിങ്ങളത് ചെയ്യുമെന്നും എനിക്കറിയാം. ഒരുപാട് കമൻറ്റ്സ് കാണുന്നുണ്ട് ഞാൻ. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. തുടർന്നും ഇതേപോലെ തന്നെയുള്ള സപ്പോർട്ട്, സ്നേഹവും ഒക്കെ എനിക്ക് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ.